സംസ്കാരം എന്ന് പറയുന്നത് എന്താ? വേണ്ടാത്തത് ഒഴിവാക്കുകയും വേണ്ടതെടുക്കുകയും ചെയ്യണം. അതാ സംസ്കാരം. ഒന്ന്, റോഡരികിൽ കരിമ്പിന്റെ നീര് പിഴിഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? അതിന്റെ ചണ്ടി നമുക്ക് വേണ്ട, അതൊഴിവാക്കി നീരെടുക്കുന്നത് കരിമ്പ് സംസ്കരണമാണ്. ശവസംസ്കാരം എന്താ? സംസ്കാരവും ശവവും തമ്മിൽ എന്താ ബന്ധം? ഇതിൻ്റെ ഉള്ളിലുള്ള ജീവൻ അങ്ങ് പോയാൽ, ആ സത്തങ്ങ് പോയാൽ കരിമ്പിന്റെ ചണ്ടിയല്ലേ? ഈ സത്തങ്ങ് പോയാൽ കരിമ്പിന്റെ ചണ്ടിയാ നമ്മുടെ ശരീരം, അല്ലേ? അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അവിടെ വീട്ടിൽ സൂക്ഷിക്കുവോ? ഈ സത്തിൽ നിന്ന് വേർപെട്ടല്ല അസത്ത. നമ്മുടെ തിക്കുറിശി സുകുമാരൻ നായർ അറിയാവോ? തിക്കുറിശി സുകുമാരൻ നായർ സിനിമാ നടൻ മാത്രമല്ല, നല്ല പാട്ട് എഴുതും. അദ്ദേഹം എഴുതിയ പാട്ടാണ് കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റി തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. ഭാര്യയുടെ മുടിയെപ്പറ്റി വർണ്ണിക്കുക. നിന്റെ മുടിക്ക് ഹെയർ ഓയിലൊന്നും വേണ്ട, മുയിങ്ങ വേണമൊന്നുമില്ല, നല്ല സുഗന്ധമുണ്ട്. അത് കേട്ടപ്പോൾ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി. സ്ത്രീകൾക്ക് മുടിയെ ആരെങ്കിലും നല്ല രസമുണ്ടെന്ന് പറഞ്ഞാലും, അവർ പാചകം ചെയ്ത ഭക്ഷണം രസമുണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷം. അതുകൊണ്ട് സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഭാര്യ ഭർത്താവിന്. ഭർത്താവ് അത് ടേസ്റ്റോടെ വാരി തിന്നുമ്പോ നേരത്തെ വർണ്ണിച്ച ഒന്നതാ കൈമെന്ന് വലിയുന്നു, ഈ ചോറിന്ന് വലിയുന്നു. അതെടുത്തിട്ട് ആരെങ്കിലും കാർ കൂന്തൽ കെട്ടിനെന്തിന് പറയോ? ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്ത. നഖം മുറിച്ചു മാറ്റിയാൽ ആ നഖം എൻ്റെ പുന്നാര നഖ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പാത്രത്തിലിട്ട് വെക്കുവോ? അത് അസത്ത. വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുങ്ങുന്ന പുണ്യജലമാണ്. പക്ഷെ വായക്ക് പുറത്തു വന്നാലോ അത് അസത്ത. ഇതിൻ്റെ ഉള്ളിൽ ജീവൻ എന്ന സത്തുള്ള കൊണ്ടാ ഇതിന് ബല, അല്ലേ? അതങ്ങ് പോയാൽ, അതുകൊണ്ട് അത് തമിഴന്മാർക്ക് നന്നായിട്ട് അറിയാം. തമിഴന്മാരാരെങ്കിലും മരിച്ചു പോയാൽ പറയും സത്ത് പോയാച്ച്, സത്ത് പോയാച്ച്. നമ്മളത് ചത്തുപോയി നാക്കി, അതാ പറ്റിയത്.